ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗായ്സ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെളുപ്പിന് തന്നെ എണീറ്റിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് നമ്മൾ കാപ്പിയൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു. അതിനുശേഷം ഇതേ നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ഒറ്റ നാരങ്ങ സമർപ്പണം എന്ന് പറഞ്ഞിട്ടുള്ള വഴിപാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിൽ. അപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാന്റെ അടുത്ത് നമ്മുടെ വലിയ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഒറ്റ നാരങ്ങ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സെക്കൻഡ് വീക്കിലുള്ള വഴിപാടിൻ്റെ ദിവസമാണ് കേട്ടോ. രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇതേ കുഞ്ഞിയുടെ ഈ ഇല്ലത്തെ അമ്പലത്തിനടുത്ത് തന്നെ കുഞ്ഞിയുടെ കണക്ക് ടീച്ചറിൻ്റെ വീടുണ്ട്, ഗംഗ ടീച്ചറിൻ്റെ. അവിടെ കുഞ്ഞ് ഗംഗ ടീച്ചറിനെ കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അവരൊക്കെ നേരം വെളുത്ത് എണീറ്റ് രാവിലത്തെ പണികളും സ്കൂളിൽ പോകാനുള്ള തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഗംഗ ടീച്ചർ കറക്റ്റ് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം കുഞ്ഞാണ് കണി കണ്ടത് കേട്ടോ. എന്തായാലും കുഞ്ഞിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായാലും എന്താ പറയുക, നിറവേറിയെന്ന് പറയാം. ടീച്ചറിനെ കണ്ട് തിരിച്ചു വന്നു. നേരെ ഇതേ ക്ഷേത്രക്കുളത്തിൽ പോയിട്ട് മീനുകൾ കുറേ ഉണ്ട് അതിൽ. അപ്പോൾ അതിനെ നോക്കി നിൽക്കലാണ് പരിപാടി. എപ്പോൾ പോയാലും അങ്ങനെ, പിള്ളേരെല്ലാം അങ്ങനെ. നമ്മളാണെങ്കിൽ നമുക്കും ഭയങ്കര കൗതുകമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ മീനുകൾ പൊങ്ങി വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്നതും അത് നമുക്കൊരനക്കം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒളിക്കണതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേതൊക്കെ കണ്ട് ആസ്വദിച്ചു. അത് നല്ല രീതിയിൽ തൊഴുതു. അനുവേണ്ടും കുഞ്ഞിയും എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോവുകയാണ്. കാരണം ഇതിന് ശേഷം നമ്മൾ മറ്റൊരിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ 8 മൈലാണ് കേട്ടോ. അപ്പോൾ അതേ നമുക്കുള്ള ബസ് വന്നു. മുണ്ടക്കയം വണ്ടിയാണ്. അപ്പോൾ മുണ്ടക്കയത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ വല്യമ്മയും നമ്മുടെ ലീലമൂമ്മയൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചേച്ചിയും ഞാനും കൂടിയിട്ട് എങ്ങോട്ടാണ് പോകാമെന്ന് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ മാസവും പോണ പോലെ കുറച്ച് ദൂരമുള്ള ഒരു അമ്പലം ഞങ്ങൾ സെലക്ട് ചെയ്യും. അപ്പോൾ ആ അമ്പലത്തിലേക്ക് എങ്ങനെയോ ഞങ്ങളെ ഭഗവാൻ കൊണ്ടുപോകും. ആ രീതിയിലെത്തി. ഇത് ഉരുള് പൊട്ടിയൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് പോണത് വേറെങ്ങോട്ടും അല്ല, മുണ്ടക്കയത്ത് എന്ന് ഉള്ളിലേക്കുള്ള നമ്മുടെ വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ മുറ്റം വരെ ബസ് പോവും. ആ ബസ് വരാൻ കുറച്ചുകൂടി ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ തെക്കേമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങി. അവിടുന്ന് നടന്നു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ അപ്പച്ചൻ അങ്ങോട്ടേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ അച്ഛൻ പറയുന്നത് ഞാനും അങ്ങോട്ടേക്കാണ് പോന്നോളാൻ പറഞ്ഞു. അപ്പോൾ ദേവി കൂടെ വന്ന് വഴി കാട്ടുന്ന പോലെ എന്തായാലും വഴി തെറ്റാണ്ട് എന്താ പറയുക, ഞങ്ങൾക്കൊരു കൂട്ടായിട്ട് അച്ഛനുണ്ടായിരുന്നു മുന്നിൽ തന്നെ നമ്മളെ നയിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛൻ മണിമല റാന്നി ആ ഭാഗത്ത് നിന്ന് കോഴഞ്ചേരി അവിടുന്ന് വരുന്നതാണ് കേട്ടോ. എല്ലാ വർഷവും വരാറുണ്ടെന്ന് പറഞ്ഞു. 2-3 തവണ ഈ വർഷം മുടങ്ങിപ്പോയിട്ട് ഇന്നെന്തായാലും ഒത്തു എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതേ ഇവിടെ ഈ മരങ്ങളിലൊക്കെ വള്ളിയങ്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ആരോ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും അമ്പലത്തിലേക്കുള്ള വഴിയാണെന്ന് ഉള്ളതിലൊരു സമാധാനമായി. അപ്പം ലീലമൂമ്മ ഉള്ളതിൻ്റെ ഒരു വിഷമമേ ഉള്ളൂ നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വഴിയിലൂടെ ഇത് കുത്തിറക്കമാണ് കേട്ടോ. ചെറിയ ചെറിയ പായലും കുഞ്ഞ് പുല്ലും ഒക്കെ പിടിച്ചിട്ടുള്ള വഴിയാണ്. പുല്ലും പായലൊക്കെ പിടിച്ചിട്ടുള്ള വഴിയാണ്. അതുപോലെ തന്നെ റബ്ബർ തോട്ടമാണ്. കുന്നിറങ്ങി ചെല്ലുന്നതാണ്. അപ്പോൾ ഇത് ചെറിയ മഴച്ചാറ്റലും ഉണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഇടുക്കിയിൽ കല്ലും മുള്ളും കുന്നും മലയൊക്കെ നിറഞ്ഞിടത്തൂടെ പോയി നടന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ലീലമൂമ്മയ്ക്കും അവിടെ ആയിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രായമായി, മുട്ടിനും കാലിനൊക്കെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങി പോരണ പോലെ ലീലമൂമ്മയ്ക്ക് അങ്ങനെ ഇറങ്ങി വരാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പോണ വഴിയിലൊക്കെ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ അരുവികളും കൈത്തോടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഭയങ്കര കൊതുക്, നല്ല കണ്ണീര് പോലത്തെ വെള്ളം മുകളിൽ മലയിൽ നിന്നൊക്കെ ഒഴുകി വരുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. അമ്പലത്തിൽ തൊഴുത് മടങ്ങി വന്ന ചേച്ചിമാരാണ്. അവിടെ നിന്ന് ഫോട്ടോയും സെൽഫിയൊക്കെ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തി തന്നെ. കാരണം ഈ പാതയിലൊക്കെ ആൾക്കാരുണ്ടെന്ന് കാണുന്നവരറിയണമല്ലോ. നല്ല പാതയാണ്. സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് നടന്നു പോകാം. ശബരിമലയ്ക്കൊക്കെ പോകുന്നവർക്കറിയാം, കാനനപാത എന്നൊക്കെ പറയില്ല, അതുപോലെ കാട്ടിൻ്റെ നടുക്കിലൂടെയുള്ള വഴിയാണ്. പക്ഷെ നമുക്ക് ഒരു പേടിയും തോന്നില്ല. നമുക്ക് ആളും അനക്കം ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അമ്പലത്തിനവിടെ അടുക്കുമ്പോൾ ഇതേ കുറേ വീടുകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഇങ്ങനെ അമ്പലത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അമ്പലത്തിന് മുറ്റത്തേക്കുള്ള ഡയറക്റ്റ് ബസ് കിട്ടും മുണ്ടക്കയത്ത് നിന്നാൽ. പിന്നെ അവിടെ നിന്ന് ജീപ്പും ഓട്ടോയൊക്കെ ഉണ്ട് കേട്ടോ. ജീപ്പിന് എനിക്ക് തോന്നുന്നു ഫുൾ ട്രിപ്പ് ആകുമ്പോഴാണ് അവർ എടുക്കുക. 200 രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക് മറ്റോ, എനിക്കറിയില്ല കറക്റ്റായിട്ട്. നമ്മൾ ആദ്യമായിട്ടാണ് വന്നത്. ചേച്ചിയൊക്കെ 2ാമത്തെ തവണയാണ്, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബസ്സിന് തന്നെ പോകാൻ തീരുമാനിച്ചിറങ്ങിയ. നമ്മൾ എത്ര ദൂരമുള്ള അമ്പലത്തിൽ പോയാലും ഞങ്ങൾ രണ്ടും പ്ലാൻ ചെയ്തിരിക്കുന്നത് എത്രയും ചിലവ് കുറച്ചിട്ട്
പോയി എന്താ പറയുക നല്ല രീതിയിൽ സമയമെടുത്ത് നല്ല രീതിയിൽ തൊഴുത് വരിക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുണ്ട് ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിനോടടുത്തു കുറേ വണ്ടികളും ഒക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ കൊച്ചു കൊച്ചു കടകളും ഒക്കെ ഉണ്ട്. കാരണം ഒരുപാട് ഡെവലപ്പായി. അച്ഛൻ ആ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇവിടെ പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലീലമ്മൂമ്മയുടെ ഒക്കെ ഒരു കുടുംബക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത്. ലീലമ്മൂമ്മ ജനിച്ചു വളർന്നതും ഒക്കെ ഈ മുണ്ടക്കയം ആ ഭാഗത്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയും തോറും ഞാൻ പറയട്ടെ. അപ്പോൾ ഇതേ നല്ലൊരു എൻട്രൻസ്, വള്ളിയങ്കാവ് ദേവീക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞിട്ട് എൻട്രൻസ്, അതിൻ്റെ ഒരു ആർച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതേ നമ്മളിങ്ങനെ കയറുമ്പോൾ 2 സൈഡിൽ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയുണ്ട്. എനിക്ക് തോന്നുന്നു ദേവസ്വത്തിൻ്റെ കടയും ഒന്ന് പ്രൈവറ്റും ആണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും നമ്മൾ ഇപ്പുറത്ത് കയറി. അപ്പുറത്തെ അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ചേച്ചി പറഞ്ഞു ഇവിടുന്ന് വാങ്ങാമെന്ന്. അപ്പോൾ അതേ നമ്മൾ ഇവിടുന്ന് പൂജാ സാധനമൊക്കെ വാങ്ങി. ഏത് അമ്പലത്തിൽ പോലെ എണ്ണ, തിരി, കർപ്പൂരം, മഞ്ഞൾപ്പൊടി ഇതൊക്കെ വയ്ക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തട്ടത്തിലെല്ലാം ഒരുമിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പം മഞ്ഞപ്പട്ട് ദുർഗാദേവിക്കും ചുമലപ്പട്ട് ഭദ്രാദേവിക്കും, അങ്ങനെ ദുർഗാദേവിയും ഭദ്രാദേവിയും അങ്ങനെ 2 ദേവിക്കാണ് കേട്ടോ. ഭദ്രകാളി അമ്മയ്ക്ക് പട്ടും ദുർഗാദേവിക്ക് ഇതും മഞ്ഞപ്പട്ടുമാണ് വയ്ക്കുന്നത്. അപ്പോൾ ചേച്ചി ഒരു മഞ്ഞപ്പട്ടും ഞാനൊരു ചുവന്ന പട്ടും, അങ്ങനെയല്ലേ, ചുവന്ന പട്ടും മഞ്ഞപ്പട്ടും ഞങ്ങൾ 2 പേരിലും ഓരോന്നായിട്ട് വെക്കാമെന്ന് കരുതി. ഒരു തട്ടിന് 150 വെച്ച് 2 തട്ടിന് 300 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭഗവാന് സമർപ്പിക്കുന്നതിൽ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും പുതുതായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിന് മുറ്റത്തേക്ക് കയറി കഴിഞ്ഞാൽ ഷൂട്ട്, വീഡിയോഗ്രാഫ്, ഫോട്ടോഗ്രാഫി ഇതൊന്നും പറ്റില്ല. ഞാനിത് ഫുള്ള് ഒന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഈ മരത്തിൽ തന്നെ എഴുതി വെച്ചിട്ട് അമ്പലത്തിൽ കണ്ടു. പെട്ടെന്ന് ഞാൻ വീഡിയോ ഒക്കെ അപ്പൂപ്പൻ്റെ ഒക്കെ നോട്ടം കണ്ട് പെട്ടെന്ന് ഞാനത് മാറ്റി ബാഗിലിട്ടു കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിന് എന്താ പറയുക, ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. റോഡും കടകളും ഒക്കെ കാണാം. അതേ ഞങ്ങൾ നല്ല രീതിയിൽ ദർശനം പൂർത്തിയാക്കി വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് ഭഗവതിയെ തൊഴുതു. അവിടുത്തെ തിരുമേനിയോട് നമുക്ക് സംസാരിക്കാനായിട്ടുള്ള അവസരം കിട്ടും. ആ ഗ്യാപ്പിൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശങ്കയൊക്കെ തീർത്ത് തരും, നമുക്കുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരും. അതൊക്കെ ചെയ്യുക. ദേവി തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു തരും കേട്ടോ. വള്ളിയങ്കാവ് ക്ഷേത്രത്തിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി. ഇപ്പോൾ ആ ലേറ്റായി ഞങ്ങൾ പോരുന്നതിന് മുമ്പ് വരുന്ന ബസ് ഉണ്ടല്ലോ, ആ ബസ് ഇതേ ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കിടന്നിട്ടാന്ന് തോന്നുന്നു അവർ റിട്ടേൺ ബസ് എടുക്കും. അപ്പോൾ ഈ ബസ്സിൽ വരുന്നവർക്കും തൊഴാൻ പറ്റും. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തൊഴാൻ പറ്റി. ഞങ്ങൾ ആ ബസ്സിൽ കയറിയിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്തിട്ട് അപ്പം സമയം ഒരു 11 ഇത് തൊഴിലൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് അവിടെ ബസ് പിടിച്ച് ഞങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്ക് പോകുന്നത്. ബസ്സിൽ വന്നാലും യാതൊരു ബുദ്ധിമുട്ടും എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഈ ബസ് പോകുമ്പോൾ ഈ വഴിയാണ്, ഞങ്ങൾ ഇപ്പുറത്തെ വഴിയിലൂടെയാണ് വന്നിറങ്ങിയത്. അവിടെ വരെ ആ ബസ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ബസ് ഡയറക്റ്റ് ബസ്സാണ്. ഡയറക്റ്റ് മുണ്ടക്കയം ടു വള്ളിയങ്കാവ് ക്ഷേത്രം ഇങ്ങനെ വരുന്ന ബസ്സാണ്. ഈ ബസ്സിൻ്റെ പേര് ഞാൻ മുന്നിൽ കാണിച്ചിരുന്നു, ആരാധന എന്നാണ്. അത് നോക്കിയിട്ട് കയറുക, ചോദിച്ചിട്ട് കയറുക കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 9:45 ആ ഒരു ടൈമിലാണ് ഇത് വരുന്നത്, കോട്ടയത്തു നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് നോക്കി കയറുക. അപ്പോൾ ചേച്ചിയുടെ ഒരു ഫ്രണ്ടാണ്, ചേച്ചിയുടെ കൂടെ പഠിച്ചിട്ടുള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആൾ ഈ വീഡിയോ കാണുന്നത്, ആൾക്ക് വലിയൊരു ഹായ്, ആളെ അവിടെ വെച്ച് കാണാൻ പറ്റി. അപ്പോൾ ഈ വഴി നല്ല രസമാണ്. 2 സൈഡിൽ നല്ല കൈതത്തോട്ടവും ചെറിയ റബ്ബർ തൈകളും അതിലുണ്ട്. നല്ല സീനറിയാണ്, അടിപൊളിയാണ്. നല്ല മഴ പെയ്ത് നല്ല വെയിലും മഴയും ഒക്കെ എന്താ പറയുക, മഴ പെയ്ത് മാറിയ വെയിൽ ഇല്ലാത്തൊരു അന്തരീക്ഷം നല്ലതാണ്. നമുക്ക് നല്ല ക്ലൈമറ്റാണ്. കാരണം ചൂട് ആവി അങ്ങനെയൊന്നുമില്ല. നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നല്ല സൂപ്പറാണ്. മലനിരകളൊക്കെ കണ്ട് നമുക്ക് ഇടുക്കിയിൽ എന്താ പറയുക, ഇടുക്കിയുടെ കുറച്ച് എന്താ പറയുക ബോർഡറാന്ന് പറയാമല്ലോ കൊണ്ടൊക്കെ, ഇടുക്കി കോട്ടയത്തിന്. എന്തായാലും നല്ല രീതിയിൽ ദർശനം നടത്തി നമുക്ക് വരാൻ പറ്റും. ഇനിയും ദേവിയെ കാണാൻ പോകാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.